ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ചൂര വറുത്തരച്ച് വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, പിന്നെ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് വറുക്കാനുള്ളത്. പിന്നെ അതിലേക്ക് ചെറുള്ളി, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ വേപ്പില. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാനിനി എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഈ ഉള്ളിയും നമ്മുടെ കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിന് പുറമെ തന്നെ തേങ്ങയും കൂടി ഇടാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം നമുക്കിനി അതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി നമ്മൾ ഏകദേശം ഇത് നല്ല ഫ്ലേവറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് ഇടുന്നത്. ആദ്യം മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ഇടുക. അതിന് ശേഷം ഞാൻ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അതും നമ്മുടെ പാകത്തിന് മല്ലിപ്പൊടി ഇട്ടു. ഇനി ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിൽ തന്നെ ഇടണം കേട്ടോ. അപ്പോൾ ഇതും കൂടി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാം കൂടി മിക്സായിപ്പോൾ. അപ്പോൾ ഇതിന് നമുക്ക് ചൂടാറാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് കറിയിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു മൺചട്ടി വീണ്ടും എടുത്തു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സബോള എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇടുകയാണ്. അതിൻ്റെ കൂടെ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് അരിഞ്ഞു വെച്ചതും ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് മൂന്നും കൂടി വഴറ്റിയെടുത്തു. ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ തക്കാളിയും കൂടി ഇടുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് വഴറ്റി എടുക്കുകയാണ്. അപ്പോൾ അത് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുടപ്പുളി, നേരത്തെ നമ്മൾ എടുത്തു വെച്ചാൽ നമ്മുടെ കുടപ്പുളി, വെള്ളത്തിലിട്ട് വെച്ച കുടപ്പുളി നമ്മളതിലേക്ക് ഒഴിക്കുകയാണ്. ഇതൊന്ന് തിളപ്പിക്കുകയാണ്. തിളപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചാൽ നമ്മുടെ തേങ്ങ അത് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അരച്ചെടുത്തു. അത് അരച്ചത് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അത് ഇട്ടു. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി മിക്സാക്കി പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് നല്ല സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനത് എല്ലാം കൂടി നന്നായി ഇളക്കി പാകത്തിനായുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മളിതുവരെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുകയാണ്. ഇനി അതിന് ശേഷം ഉപ്പിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച നമ്മുടെ ചൂരമീൻ അതും കൂടി ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ മീനൊക്കെ ഇട്ടു. ഇനി മീനൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നന്നായി തിളച്ച് അതിൻ്റെ പാകത്തിന് ഒന്ന് വറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നമ്മളിട്ട് കഴിഞ്ഞു. നമ്മുടെ മീൻ കറി കിടന്ന് ഇങ്ങനെ തിളക്കുകയാണ്. അപ്പോൾ തിള വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കറികൾ കാച്ചാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീനച്ചട്ടി എടുത്തു, എണ്ണ ഒഴിച്ചു. ഞാൻ അതിലേക്ക് ഇനി ഉള്ളിയിടാണ്, കറി കാച്ചാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിലേക്ക് കാച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റ, ബൈ ബൈ.